ഗായ്സ്, ഞാൻ വീണ്ടും വന്നു നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ മൈൻക്രാഫ്റ്റ് ലെറ്റ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 6 ആയിട്ടാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒരു ചെറിയ റീക്യാപ്പ് ഞാൻ തരാം. കഴിഞ്ഞ എപ്പിസോഡിൽ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് ഫാം ഉണ്ടാക്കിയാണ് ചെയ്തത്, ഓട്ടോമാറ്റിക്. സോ അതിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ക്യാരറ്റും വന്നിരിക്കുന്നുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. സോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വേറൊരു ആശയം കൂടെ എൻ്റെ മനസ്സിൽ വന്നു, നമുക്കൊരു അയൺ ഫാമും കൂടെ ഉണ്ടാക്കാൻ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒബ്ജക്റ്റീവ്. നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടാക്കുന്നു. സോ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം. അപ്പോൾ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ അധികം റിസോഴ്സ് ഗ്യാതറിങ്ങിന് പോകുന്നില്ല. നമ്മൾ മൈനിങ്ങിന് പോയ സമയത്ത് നമുക്ക് കിട്ടിയ കൊപ്പിൾ സ്റ്റോണും കൊപ്പിൾഡ് ചിപ്സ്ലേറ്റൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഒരു അയൺ ഫാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ അയൺ ഫാമിന് ചുറ്റിലുള്ളതിൽ 100 ബ്ലോക്കിൻ്റെ ഒരു വില്ലേജ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞാനൊരു പ്രോപ്പർ പ്ലേസ് കണ്ടെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു കടലിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നമ്മളിവിടെ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം. അപ്പോൾ ഈ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ ഞാൻ സെയിം ഡിസൈൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചാനലിൽ ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് അയൺ ഫാമിൻ്റെ. സോ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. സോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാനങ്ങനെ നമ്മുടെ അയൺ ഫാമിൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഈ ട്രേഡർ സ്പോൺ ആയത് ഞാൻ ശ്രദ്ധിച്ചു. സ്പോൺ ആയതല്ല, ഇവിടെ കുറേ നേരം കൊണ്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ലാമേനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലീഷ് കിട്ടും, ലീഡ് കിട്ടും. അപ്പോൾ ആ ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് അറിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. സോ ഞാൻ ലാമേനെ തല്ലിക്കൊന്നു. ആൻഡ് ഈ ട്രേഡറിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഉപകാരമുള്ളതൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടാമെന്ന് ഉദ്ദേശിച്ചു. ഇവിടെ ഈ കുതിര നിൽപ്പുണ്ട്, അതിനെ ടീം ചെയ്യാൻ നോക്കി ഞാൻ. പക്ഷേ ഈ കുതിര എന്നിട്ട് ടീമായില്ല. ഞാൻ 2 വട്ടം കയറി നോക്കി, എന്നിട്ട് ടീമായില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ സുന്ദരനായ കുതിരേനെ ഞാൻ ടീം ചെയ്തു. അങ്ങനെ കുതിരയായിട്ട് ടീം ചെയ്യാനൊക്കെ ആയിട്ട് ചെന്ന സമയത്ത് ഇവിടെ 2 ഷീപ്പിനെ ഞാൻ കണ്ടു. അപ്പോൾ ഇതിനെ നമുക്ക് തൽക്കാലം ഇവിടെ ഒരു ഫെൻസ് വെച്ച് അതിൻ്റെ അകത്ത് ആക്കാം. നമുക്ക് പിന്നീട് വൂൾ ഫാം ഉണ്ടാക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആവും. സോ അവന്മാരെ ഞാനൊന്ന് കൂട്ടിലാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാനങ്ങനെ ഫെൻസ് വെച്ച് ഒരു ചെറിയ കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കറങ്ങിക്കൊണ്ട് വന്ന 2 ഷീപ്പിനെ ഞാൻ താൽക്കാലികമായി അതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നീട് വുൾ ഫാം ഉണ്ടാക്കാൻ ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. ഇപ്പോൾ 2 ഷീപ്പേ ഉള്ളൂ. 2 ഷീപ്പിന് ഇപ്പം തന്നെ കിട്ടിയതെന്നതായി. നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്ത് പിന്നീട് ഒരുപാട് ഷീപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കളറിലങ്ങ് കിട്ടിക്കോളും. ഞാനങ്ങനെ നമ്മുടെ ഷീപ്പുകളെ 2 പേരെയും കൂട്ടിൻ്റെ അകത്ത് കയറ്റാനായിട്ട് നോക്കിയ സമയത്ത് ഞാൻ അയൺ ഫാമിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2 അയൺകോളം സ്പോണായിട്ട് ലാവയിൽ വീണിട്ട് അതിൻ്റെ ലൂട്ട് നമ്മുടെ ചെസ്റ്റിൽ വന്നിരിപ്പുണ്ടായിരുന്നു. ഞാനത് ഇടയ്ക്ക് നോക്കിയായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ഫുഡ് ഫാമിൽ നമ്മുടെ ക്യാരറ്റ് വന്നിരിക്കുന്നത് കാണിച്ചു തരാം. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അകത്ത് 2 കുരുപ്പുകൾ സ്പോണായി. ഇതൊരു ബ്രീഡർ പോലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. കുരുപ്പുകളെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്രയും ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റിന് മേലെ നമുക്ക് ക്യാരറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഫാമിൽ നിന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫുഡ് ഫാം. എനിക്ക് ബേസിക്കലി ഇവനെയാണ് സംശയം.